ഒരു 6 വയസ്സുള്ള കുട്ടിയെ ഹോംവർക്ക് ചെയ്യാൻ അമ്മ ഹെൽപ്പ് ചെയ്യുകയാണ്. അമ്മ കുട്ടിയോട് പറഞ്ഞു, പോയിട്ട് മോൻ്റെ പെൻസിലും ഇറേസറും നോട്ട്ബുക്കും ഒക്കെ എടുത്തിട്ട് വരാൻ. കുട്ടി റൂമിൽ പോകുന്നു. പക്ഷെ തിരികെ വന്നത് പെൻസിൽ മാത്രമായിട്ടാണ്. അമ്മ ഇൻസ്ട്രക്ഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. പക്ഷെ ഇപ്രാവശ്യം കുട്ടി ഇറേസർ മറന്നു. ഇത് കുട്ടിയുടെ അശ്രദ്ധയാണെന്നും പറഞ്ഞ് അമ്മ കുട്ടിയെ പഴിക്കുന്നു. എന്നാൽ ഇത് അശ്രദ്ധ മാത്രമായിരിക്കുമോ കാരണം? ചില കേസുകളിൽ ഇതിനുള്ള യഥാർത്ഥ കാരണം കുട്ടിയുടെ മെമ്മറി സ്കിൽസ് ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. കുട്ടികളുടെ പഠനം, ഭാഷാ വികസനം, ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം മെമ്മറി സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പുവർ മെമ്മറിയുടെ സയൻസ് ഏതൊക്കെയാ നോക്കിയാലോ. ഇപ്പോൾ കുട്ടികളുടെ കേസിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഓർത്തിരിക്കാൻ പറ്റാതെ വരിക, തൊട്ടു മുന്നേ പറഞ്ഞ കാര്യം പോലും ഓർക്കാൻ പറ്റാതെ വരിക, പുതുതായി പഠിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മറന്നു പോവുക, പഠിച്ച കാര്യങ്ങളും സ്റ്റോറീസും ഒന്നും പറയാൻ പറ്റാതെ വരിക, ഒരു കാര്യം പഠിക്കാനായിട്ട് തന്നെ ഒരുപാട് റിപ്പീറ്റേഷൻസ് വേണ്ടി വരിക, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറന്നു പോവുക, ഇതൊക്കെ പുവർ മെമ്മറിയുടെ സയൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെമ്മറി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കാണാം. അതിനു മുമ്പ് ആദ്യം നമുക്ക് മെമ്മറി എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ബ്രെയിനിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഴിവാണ് മെമ്മറി. നമ്മൾ കേൾക്കുന്ന, കാണുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ആവശ്യമുള്ളപ്പോൾ വീണ്ടും ഓർക്കുകയും ചെയ്യുന്ന കഴിവിനെയാണ് നമ്മൾ മെമ്മറി സ്കിൽസ് അല്ലെങ്കിൽ ഓർമ്മശക്തി എന്ന് പറയുന്നത്. ഈ മെമ്മറി സ്കിൽസ് തന്നെ പലതരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെൻസറി മെമ്മറി. ഈ മെമ്മറിയിൽ നമ്മൾ കേൾക്കുന്ന, കാണുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് സെക്കൻഡുകൾ മാത്രമേ ഇൻഫോർമേഷൻസ് ഹോൾഡ് ചെയ്യത്തുള്ളൂ, പിന്നെ അത് മറന്നു പോകും. അടുത്തതാണ് ഷോർട്ട് ടൈം മെമ്മറി. പേര് പോലെ തന്നെ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഈ മെമ്മറിയിലെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കും. അത് ഏതാനും സെക്കൻഡുകളാകാം, മിനിറ്റുകളാവാം. മറ്റൊന്നാണ് ലോങ് ടൈം മെമ്മറി. ഈ ടൈപ്പ് ഓഫ് മെമ്മറിയിൽ ഇൻഫോർമേഷൻസ് ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കും. അത് മണിക്കൂറുകളാവാം, വർഷങ്ങളാകാം, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് സിമ്പിൾ ആക്ടിവിറ്റീസിലേക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് മെമ്മറി ട്രേ ഗെയിം. ഇതിനായിട്ട് ഒരു ട്രേയിൽ ഒരു 5 ഒബ്ജക്ട്സ് എടുക്കുക. എന്നിട്ട് ഈ ഒബ്ജക്ട്സ് ഒരു 10 സെക്കൻഡ് കുട്ടിയെ കാണിക്കുക. അതിനുശേഷം ട്രേ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ട്രേ കവർ ചെയ്യുക. പിന്നീട് കുട്ടിയോട് ഈ ട്രേയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് റീകോൾ ചെയ്യാൻ പറയുക, ഓർത്തെടുക്കാൻ പറയുക. അടുത്ത ഒന്നാണ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഗെയിം. നമ്മൾ കളിക്കുന്ന കുളങ്കര, സൈമൺ സേസ് ഇതുപോലുള്ള കളികളൊക്കെ ഇതിൽ പെടും. ഫസ്റ്റ് കുട്ടിയോട് നമ്മൾ ഒരു ഗെയിം കളിക്കാമെന്ന് പറയുക. എന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുക. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുക. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ക്ലാപ്പ് ഹാൻഡ്സ്, റേസ് ഹാൻഡ്, ജമ്പ് ചെയ്യുക, ടേൺ അറൗണ്ട് ചെയ്യുക. പിന്നീട് കുട്ടി കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കുക. കുട്ടി ഗെയിമിൽ കംഫർട്ടബിൾ ആയി, ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസിന്റെ അളവ് കൂടിക്കൊണ്ട് വരാം. ഇപ്പം ക്ലാപ്പ് ചെയ്തിട്ട് ജമ്പ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റെപ്സ് ഉള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അടുത്തതാണ് സ്റ്റോറി റീകോൾ ആക്ടിവിറ്റി. ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റോറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടിയോട് ചോദിക്കുക. സ്റ്റോറിയിൽ ആരൊക്കെയുണ്ട്, എന്ത് സംഭവിച്ചു, ആരാണ് ആദ്യം വന്നത്, അവസാനം എന്ത് സംഭവിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇനി മറ്റൊന്നാണ് പാറ്റേൺ കോപ്പി ഗെയിം. ബിൽഡിംഗ് ബ്ലോക്സോ അല്ലെങ്കിൽ പിക്ചേഴ്സോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു പാറ്റേൺ കുട്ടിയെ കാണിക്കുക. അതിനുശേഷം അത് മാറ്റി വെക്കുക. ആ സെയിം പാറ്റേൺ, ഇപ്പം ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചാൽ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടിയോടും ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ നമ്മൾ പിക്ചർ കാണിച്ചിട്ടാണ് ഒരു പാറ്റേൺ കാണിക്കുന്നെങ്കിൽ അതേപോലെ ഒരെണ്ണം ഓർത്തിരുന്ന് വരയ്ക്കാൻ പറയുക. ഇനി മറ്റൊന്നാണ് ഡെയിലി റൂട്ടീൻ മെമ്മറി പ്രാക്ടീസ്. ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് രാവിലെ മുതൽ രാത്രി വരെ ചെയ്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കുട്ടിയോട് ചോദിച്ച് ഓർത്ത് പറയിപ്പിക്കുക. അപ്പം ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും അത് വളരെയധികം മെമ്മറീനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. കൂടാതെ കുട്ടി നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക.